രാജ്യത്തെ പറ്റിച്ചു നേടിയ അധികാര കസേരയിലിരുന്ന് ലോകം ചുറ്റുന്ന മോദി, കരാറുകൾ ഒപ്പിടുന്ന മോദി, മോദിയുടെ മുഖം മൂടി വലിച്ചു കീറാൻ പടപ്പുറപ്പാടായി ഇറങ്ങിയൊരു മനുഷ്യൻ. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയം. ഈ അവസ്ഥയിൽ എത്തിച്ചത് മോദി സർക്കാരാണ്. ലോകം മുഴുവനും കാണിക്കുന്ന ഈ പൊലിമയുണ്ടല്ലോ, അതൊന്നും ഈ രാജ്യത്തിനില്ല എന്ന്, ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചു നേടിയതാണെന്നും തുറന്നു കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി. വിദേശ രാജ്യങ്ങൾക്ക് മുന്നിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പച്ചയ്ക്ക് തുറന്നു പറയുന്നത്. കൊളംബിയയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ മോദിയുടെ മുഖം മൂടി കൂടി അവിടെ വലിച്ചു കീറപ്പെടുകയാണ്. ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് നരേന്ദ്രമോദി സർക്കാരിനെ ഉന്നമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്. കൊളംബിയയിലെ EIA സർവകലാശാലയിൽ നടന്ന സംവാദത്തിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എഞ്ചിനീയറിംഗ്, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ശേഷിയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെക്കുറിച്ച് എനിക്കും വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നാൽ അതേസമയം ഇന്ത്യയുടെ ഘടനയിൽ തിരുത്തപ്പെടേണ്ട ചില പിഴവുകളുമുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം നേരിടുന്ന ആക്രമണമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വിവിധ പാരമ്പര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ആശയങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഒന്നിച്ച് പുലരാൻ ജനാധിപത്യം അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ ഒട്ടേറെ മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളുമുണ്ട്. ഇവയ്ക്ക് നിലനിൽപ്പിന് വേണ്ട ഇടം ആവശ്യമുണ്ട്. ആ ഇടം നൽകുവാൻ ഏറ്റവും മികച്ച രീതി ജനാധിപത്യമാണ്. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് മറ്റൊരു ഭീഷണി. 16-17 പ്രധാന ഭാഷകളും ഒട്ടേറെ മതങ്ങളുമുള്ള രാജ്യത്ത് അവയ്ക്ക് വളരുവാൻ വേണ്ട ഇടം നൽകേണ്ടത് അത്യാവശ്യമാണെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. RSSന്റെയും BJPയുടെയും ആശയങ്ങൾ വിരുദ്ധമാണെന്നും രാഹുൽ ആരോപിച്ചു. RSSന്റെയും BJPയുടെയും സ്വഭാവം അതാണ്. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നത് ചൈന നമ്മളെക്കാൾ ശക്തരാണെന്നും അവരോട് നമ്മൾ ഇങ്ങനെയാണ് തർക്കിക്കുക എന്നുള്ളതുമാണ്. അവരുടെ ആശയങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഭീരുത്വമാണ്. ഇതായിരുന്നു രാഹുൽ ഗാന്ധി കൊളംബിയയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. If you noticed the statement of the foreign minister, he said China is much more powerful than us. If China is much more powerful than us, how can I pick a fight with them? Matlab, at the heart of the ideology is cowardice. अगर वो मुझसे कमजोर है तो मैं अपने 5-10 मित्रों के साथ उसको पीट दूंगा. मगर अगर वो RSS वालों से तगड़ा है तो भी भाग जाते हैं. और सावरकर ने अपनी किताब में लिखा है, अगर आपने पढ़ी हो, उनकी किताब है, उसमें लिखा कि एक दिन उन्होंने और उनके 5-6 मित्रों ने एक मुसलमान व्यक्ति को पीटा और उस दिन उनको बहुत खुशी हुई. तो देखिए, अगर 5 लोग एक आदमी को पीटते हैं और फिर उनमें से किसी एक व्यक्ति को बड़ी खुशी हो रही है, वो कायरता ही है. अगर लड़ना ही है तो एक व्यक्ति से जाके अकेले लड़ लो, मगर नहीं, 5-10 लोग सावरकर जी के साथ एक व्यक्ति को पीटते हैं. तो इनकी आइडियोलॉजी में यह भी है. So India is a much more complex system, and India's strengths which exist are not necessarily China's strengths. They're different. So they're big systems, but they're different and they operate differently. India also has a very old tradition, spiritual tradition, and a thought system. Very profound and old ideas that are very useful in today's world. The idea of non-violent political action comes from deep within Indian tradition. Mahatma Gandhi was a modern exponent of that. So there's a lot that India can offer to the world in terms of our tradition, our way of thinking, information technology,
our engineering capability, our healthcare system. So I'm very optimistic about India. But at the same time, there are also fault lines within the Indian structure. There are risks that India has to overcome. Which are those risks that you see? The single biggest risk is the attack on democracy that is taking place in India. Because India has multiple religions, multiple traditions, multiple languages, and India actually is a conversation between all its people. And different traditions, different religions, different ideas require space. And that the best method for creating that space is the democratic system. And currently there is a wholesale attack on the democratic system in India. So that's a risk. This other big risk is risk between different conceptions, different parts of the country, right? Some 16, 17 different languages, different religions. So allowing these different traditions to thrive, giving them space to express themselves is very important for a country like India. We can't do what China does, which is suppress people and run an authoritarian system. Our design just will not